നിരവധി ദിവസങ്ങൾ നീണ്ടുനിന്ന സംഘർഷത്തിന് ശേഷം അതിർത്തി ശാന്തമായിരിക്കുകയാണ്. നീണ്ടു നിൽക്കുമായിരുന്ന ഒരു യുദ്ധം ഒഴിവായത് വലിയ ആശ്വാസമാണ്. പുതിയ സാഹചര്യത്തോട് വിപണി എങ്ങനെ പ്രതികരിക്കും? വെൽക്കം ടു ജിയോജിത് സ്പോട്ട്ലൈറ്റ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം തുടങ്ങിയപ്പോഴും വിപണി അതിനെ കാര്യമായി ഗൗനിച്ചില്ല എന്ന് നമ്മൾ കണ്ടു. വിപണിക്ക് ശക്തി പകർന്ന പ്രധാന ഘടകം FIIs വിപണിയിൽ തുടർച്ചയായി വാങ്ങിയതാണ്. മെയ് 8 അവസാനിച്ച 16 ട്രേഡിംഗ് ദിനങ്ങളിൽ FIIs തുടർച്ചയായി ഓഹരികൾ വാങ്ങിക്കൂട്ടി. ടോട്ടൽ ബൈയിങ് 48,533 കോടി രൂപയ്ക്ക്. അതിർത്തിയിൽ സംഘർഷം കൂടുതൽ വഷളായ മെയ് 9 മാത്രമാണ് FIIs വിൽപ്പന നടത്തിയത്. FIIസിന്റെ ഈ തുടർച്ചയായ ബൈയിങ്ങിന് പിന്നിൽ എന്താണ്? ഇത് തുടരുമോ? വിപണിയിൽ വീണ്ടും ഒരു റാലിക്ക് സാധ്യതയുണ്ടോ? അല്പം വിശദമായി പരിശോധിക്കാം. ഈ വർഷത്തെ FII ഇൻവെസ്റ്റ്മെന്റ് പരിശോധിക്കുമ്പോൾ വ്യക്തമായ ഒരു ട്രെൻഡ് പ്രകടമാണ്. ജനുവരിയിൽ കനത്ത വിൽപ്പന 78,027 കോടി രൂപ. ഫെബ്രുവരിയിൽ വിൽപ്പന തുടർന്നു 34,574 കോടി രൂപ. മാർച്ചിൽ വിൽപ്പന ഗണ്യമായി കുറഞ്ഞു, വെറും 3,973 കോടി രൂപ. ഏപ്രിലിൽ FIIs ബയേഴ്സായി മാറി. നെറ്റ് ബൈയിങ് 4,223 കോടി രൂപ. ഈ മാസത്തിലും ബൈയിങ് തുടരുന്നു. ഏറ്റവും സുപ്രധാനമായ ഒരു ഡേറ്റ നേരത്തെ പറഞ്ഞതാണ്. മെയ് 8 വരെയുള്ള 16 ട്രേഡിംഗ് ദിനങ്ങളിൽ FIIs വാങ്ങിക്കൂട്ടിയത് 48,533 കോടി രൂപയ്ക്കുള്ള ഓഹരികളാണ്. Therefore, it is important to ask why FIIs have turned so bullish ഓൺ ഇന്ത്യ. മുമ്പ് പറഞ്ഞ കാര്യങ്ങളാണ് ഒരിക്കൽ കൂടി ചുരുക്കി പറയാം. ഒന്ന്, ഡോളർ ഇൻഡെക്സിൽ ഉണ്ടായിട്ടുള്ള ഗണ്യമായ താഴ്ച ഇന്ത്യക്ക് ഏറെ അനുകൂലമാണ്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഡോളർ തുടർച്ചയായി കയറി. ഡോളർ ഇൻഡെക്സ് DXY ജാനുവരി പകുതിയോടെ 111 ഇത് അമേരിക്കൻ ഓഹരികളിലേക്കും ബോണ്ടുകളിലേക്കുമുള്ള ക്യാപിറ്റൽ ഫ്ലോസ് തുടർച്ചയായി വർദ്ധിപ്പിച്ചു. ദിസ് വാസ് എ സ്ട്രോങ് മൊമെന്റം ട്രേഡ്. മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, ബോത്ത് ഡെവലപ്ഡ് ആൻഡ് എമർജിംഗ്, അമേരിക്കയിലേക്ക് വലിയ തോതിൽ മൂലധനം ഒഴുകി. FIIസിന്റെ ഇന്ത്യയിലെ വലിയ വിൽപ്പനയുടെ കോണ്ടെക്സ്റ്റ് ഇതാണെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഇന്ത്യയുടെ ഗ്രോത്ത് പ്രോസ്പെക്ട്സ് മോശമായതല്ല. 2, 111 വരെ എത്തിയ ഡോളർ ഇൻഡെക്സ് കൂപ്പുകുത്തി ഇപ്പോൾ 100-നടുത്താണ്. US അനുകൂലമായ മൊമെന്റം ട്രേഡ് അവസാനിച്ചു എന്ന് മാത്രമല്ല, റിവേഴ്സ് ചെയ്തു. ഇത് പ്രധാനമാണ്. FII സ്റ്റാർട്ടഡ് കമ്മിങ് ബാക്ക് ടു ഇന്ത്യ ഇൻ എ ബിഗ് വേ. 3, ഏപ്രിൽ 2 ട്രംപ് പ്രഖ്യാപിച്ച റെസിപ്രോക്കൽ ടാരിഫ് ആഗോള വ്യാപാരത്തെയും സാമ്പത്തിക വളർച്ചയെയും ബാധിച്ചിട്ടുണ്ട്. അമേരിക്കയിലെ 2025 സാമ്പത്തിക വളർച്ച മോശമായിരിക്കും. മാന്ദ്യത്തിലേക്ക് നീങ്ങിയാലും അത്ഭുതപ്പെടേണ്ട. അമേരിക്കയുടെ കുറയുന്ന സാമ്പത്തിക വളർച്ച അവരുടെ കോർപ്പറേറ്റ് ഏർണിങ്സിനെയും സ്റ്റോക്ക് മാർക്കറ്റ് പെർഫോമൻസിനെയും ബാധിക്കും. 4, ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ചൈനയിലും ഗ്രോത്ത് പ്രോസ്പെക്ട്സ് മോശമാണ്. US ചൈന ട്രേഡ് വാർ ചൈനയെ ഗണ്യമായി ബാധിച്ചിട്ടുണ്ട്. ചൈനാസ് GDP ഗ്രോത്ത് ദിസ് ഇയർ ഈസ് ലൈക്ലി ടു ബി അറൌണ്ട് 4% ഓർ ലെസ്. യൂറോപ്യൻ യൂണിയനിലും സാമ്പത്തിക വളർച്ച മന്ദഗതിയിലാണ്. പ്രതികൂലമായ ഈ സാഹചര്യത്തിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 6% അതിലധികമോ വളരുമെന്ന് ഉറപ്പാണ്. ഇന്ത്യയുടെ കോർപ്പറേറ്റ് ഏർണിങ്സ് FY26 15% വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷ. കൂടാതെ ഇന്ത്യയിൽ വിലക്കയറ്റ നിരക്ക് കുറയുകയാണ്. അതുകൊണ്ട് റിസർവ് ബാങ്ക് ഒരു റേറ്റ് കട്ടിംഗ് സൈക്കിളിലാണ്. 2 തവണ റീപ്പോ റേറ്റ് കുറച്ചു. ഇനിയും 2 ചിലപ്പോൾ 3 തവണ വീണ്ടും റീപ്പോ റേറ്റ് കുറയ്ക്കാനുള്ള സാധ്യത ശോഭനമാണ്. This is very good for stock market. Apart from these FII flows, DII flows are also strong. DIIs are flush with funds. ഏപ്രിൽ മാസത്തിലെ SIP ഇൻഫ്ലോസ് പുതിയ റെക്കോർഡിലാണ്, 26,632 കോടി രൂപ. എങ്കിലും SIP സ്റ്റോപ്പേജ് ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. നിരവധി നിക്ഷേപകർ SIPകൾ നിർത്തുന്നു. This is a wrong decision. SIPs should continue. മികച്ച കോർപ്പറേറ്റ് റിസൾട്ട്സ് Q4 റിസൾട്ട്സ് പ്രഖ്യാപിച്ച കമ്പനികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫൈനാൻഷ്യൽസിൽ ICICI ബാങ്ക്, HDFC ബാങ്ക്, ബജാജ് ഫൈനാൻസ്, ചോള ഫൈനാൻസ്, ഫെഡറൽ ബാങ്ക് എന്നീ ഓഹരികളിൽ ഇനിയും ബൈയിങ് ഉണ്ടാകും. റിലയൻസ്, L&T, അൾട്രാടെക് സിമെൻറ്റ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ഐഷർ മോട്ടോഴ്സ്, ഭാരതി എയർടെൽ, ടൈറ്റൻ,
പിഡിലൈറ്റ്, വോൾട്ടാസ് എന്നീ ഓഹരികളുടെ പ്രോസ്പെക്ട്സ് മികച്ചതാണ്. ലാർജ് ക്യാപ്പ് IT ഹാസ് ബോട്ടംഡ് ഔട്ട്. മിഡ് ക്യാപ്സ് IT stocks like Coforge and Persistent Systems have the potential to perform better. Defense stocks have rallied during the conflict and sentiments remain positive, but now valuation comfort is lower. In brief, the geopolitical situation is approaching normalcy. Economic fundamentals are turning favorable for India. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സ് ഷുഡ് റിമെയിൻ ഇൻവെസ്റ്റഡ്. എങ്കിലും ഒരു കാര്യം ഓർക്കണം, ഈ റാലി സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഏർണിങ്സ് ഗ്രോത്ത് വളരുന്നു, ഏർണിങ്സ് ഗ്രോത്ത് ഉണ്ടാവുന്നു എന്നുള്ള ഇൻഡിക്കേറ്റേഴ്സ് വേണം. ദെർഫോർ ലുക്ക് ഔട്ട് ഫോർ ദീസ് ഡേറ്റ. Continue to invest systematically.